ഭാഗം സാമൂഹ്യശാസ്ത്രം ഭാഗം 1 ക്ലാസ് 5ാം ക്ലാസ്. നമുക്ക് ഒന്നാമത്തെ പാഠമാണ് ഇന്ന് നോക്കാൻ പോകുന്നത്. ഒന്നാമത്തെ പാഠം പീലിയുടെ ഗ്രാമമാണ്. നമുക്ക് ഒരു കഥ പോലെ ഇങ്ങ് കേൾക്കാം. കൂട്ടുകാരെ, അവധിക്കാലം തീരാൻ പോവുകയാണ്. അതിനു മുമ്പ് പീലി സഹപാഠികളെ തന്റെ ഗ്രാമത്തിലേക്ക് ക്ഷണിച്ചുണ്ട്. ഗ്രാമം സന്ദർശിക്കാനുള്ള ഒരുക്കത്തിലാണ് പീലിയുടെ കൂട്ടുകാരായ 4 പേർ. നിങ്ങൾക്ക് യാത്രകൾ ഇഷ്ടമില്ലേ? നമുക്കും അവർക്കൊപ്പം പീലിയുടെ ഗ്രാമത്തിൽ ഒന്ന് പോയി വന്നാലോ? അതായത് അവധിക്കാലം തീരാൻ പോകുകയാണ്. അതിനു മുമ്പ് സഹപാഠികൾ എന്ത് ചെയ്തു? പീലിയുടെ ഗ്രാമത്തിലേക്ക് പോകാൻ വേണ്ടി തീരുമാനിച്ചു. യാത്രക്ക് മുമ്പ് പരസ്പരം ഒന്ന് പരിചയപ്പെടാം. ഞാൻ നീനു. ഞാൻ സഞ്ചരിക്കുന്നത് വീൽ ചെയറിലാണ്. എന്റെ വീട് നഗരത്തോട് ചേർന്ന സർക്കാർ ഉദ്യോഗസ്ഥരുടെ ക്വാർട്ടേഴ്സിലാണ്. എനിക്കൊരു അനിയൻ കൂടിയുണ്ട്. എന്നെ അടുത്ത ആള്. എന്റെ പേര് അപ്പു. നഗരത്തിലെ ഒരു ചേരിയിലാണ് എന്റെ വീട്. അമ്മ മാത്രമാണ് എനിക്കുള്ളത്. തുണിമിൽ തൊഴിലാളിയാണ് എന്റെ അമ്മ. ഇനി അടുത്ത ആൾ. എന്റെ പേര് വിക്കി. നഗരത്തിലെ ഒരു അപ്പാർട്ട്മെന്റിലാണ് ഞാൻ താമസിക്കുന്നത്. എന്റെ പപ്പ ഒരു ബിസിനസ്സുകാരനാണ്. എന്റെ മമ്മി സ്വന്തമായി ഒരു ടെക്സ്റ്റൈൽ ഷോപ്പ് നടത്തുന്നുണ്ട്. ഞാൻ ചമേലി. ഞങ്ങൾ അസം സ്വദേശികളാണ്. ഞാനും മായും പപ്പയും വർഷങ്ങളായി കേരളത്തിലാണ് താമസിക്കുന്നത്. എനിക്ക് 5 വയസ്സുള്ളപ്പോഴാണ് ഞങ്ങൾ കേരളത്തിലെത്തിയത്. ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് വന്നവർ കൂട്ടായി താമസിക്കുന്ന ഒരിടത്താണ് ഞങ്ങൾ താമസിക്കുന്നത്. അതായത് കൂട്ടത്തിൽ 5ാമത്തായി നിങ്ങളെ ചേർത്ത് സ്വയം പേര്, അതായത് നിങ്ങളെ പേരെന്താണ്, നിങ്ങളെ സ്ഥലം എന്താണ്, നിങ്ങളെ ഫോട്ടോ അടക്കം വരയ്ക്കാനാണ് ഇതിൽ പറയുന്നത്. ഇനി നമുക്ക് അടുത്ത് നോക്കാം. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിലേക്ക് അതിഥി തൊഴിലാളികൾ എത്തുന്നുണ്ട്. അസം, ബീഹാർ, പശ്ചിമ ബംഗാൾ, ജാർഖണ്ഡ് എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നുമാണ് കൂടുതൽ പേരും കുടുംബമായി എത്തുന്നത്. അവരുടെ മക്കളെ കേരളത്തിലെ പൊതുവിദ്യാലയങ്ങളിൽ പഠിപ്പിക്കുന്നു. അങ്ങനെ ചമേലിയും കേരളത്തിൽ പഠിക്കുന്നുണ്ട്. മാ എന്നും പാപ്പ എന്നുമാണ് ചമേലി അമ്മയെയും അച്ഛനെയും വിളിക്കുന്നത്. ഇനി നമുക്ക് നോക്കാം. യാത്രക്ക് നമുക്കൊന്ന് ഒരുങ്ങാം. അതായത് നമ്മൾ എത്രയോ കാലമായി ആഗ്രഹിച്ചിരുന്ന യാത്രയാണ് ഇന്ന് നടക്കാൻ പോകുന്നത്. വീട്ടിൽ നിന്ന് ഒന്ന് സമ്മതിച്ചു കിട്ടാൻ ഞാൻ കുറെ പാടുപെട്ടും. എല്ലായിടത്തും പോകാറുള്ള ആളെന്ന് ഞാനെന്ന് നിങ്ങൾക്കറിയാമല്ലോ. ആര് പറഞ്ഞു? നമ്മളെ വീൽ ചെയറിലിരിക്കുന്ന കുട്ടി വരണം. അടുത്ത നമ്മളെ കുട്ടി വരണം. പപ്പായും മമ്മിയും മനസ്സില്ലാതെയാണ് എന്നെയും വിട്ടത്. എന്നെ ദൂരത്തേക്കൊന്നും ഒറ്റയ്ക്ക് വിടാറില്ല. സമ്മതം കിട്ടാൻ നന്നായി ശ്രമിക്കേണ്ടിവന്നു. എനിക്കിവിടെ ആകെയുള്ള കൂട്ടാർ നിങ്ങളാണ്. അവിടെ പോയി ഒന്നും കഴിക്കരുതെന്ന് മമ്മി പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അടുത്ത കുട്ടി പറയുന്നു, ഞാൻ എവിടെ പോയാലും മായ്ക്ക് പേടിയാണ്. ഇവിടെ മിക്ക ആൾക്കാരും ഒരു അകൽച്ചയോടെയാണ് ഞങ്ങളോട് പെരുമാറുന്നത്. ഞാൻ പീലിയോട് ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട്. അവളുടെ നാട്ടിൽ ആരും അകൽച്ച കാണിക്കുന്നതിന് പീലി ഉറപ്പ് തന്നിട്ടുണ്ട്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ വരുന്നത്. അടുത്ത അമ്മ എതിർപ്പൊന്നും പറഞ്ഞില്ല. ഞാൻ പോകുമ്പോൾ അമ്മ വീട്ടിൽ ഒറ്റയ്ക്കാമെന്ന വിഷമം. ഒരു ദിവസത്തേക്കല്ലേ, കുഴപ്പമില്ല. അതായത് നമ്മളിപ്പോ ഇതിലുള്ള നമ്മളെ പ്രവർത്തനം എന്ന് വെച്ചാല്, നമ്മളിപ്പോ ഒരു യാത്രക്ക്, നിങ്ങളും ഇവർക്കും യാത്രക്ക് ഒരുങ്ങിയിരിക്കുന്നല്ലേ, നിങ്ങൾക്കും ഉണ്ടാവില്ല ചില ആശയങ്ങൾ. അതായത് നമ്മളിപ്പോ ഇവരിപ്പോ യാത്ര ചെയ്യുന്നത് കരുതുക. അപ്പൊ നമ്മളെ വീട്ടിൽ നിന്ന് വിടുകയില്ല. വീട്ടിൽ നിന്ന് വിടും, പക്ഷെ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. അതെന്താണെന്ന് എഴുതാനാണ് ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത്. ഇപ്പോൾ നിങ്ങളിപ്പം ഇതെന്താണെന്ന് വെച്ചാൽ, എന്റെ വീട്ടിൽ അമ്മ വിടുന്നില്ല, പക്ഷെ കുറെ സമ്മതിച്ചാണ് ഇതാക്കിയത്. അപ്പൊ നിങ്ങൾക്ക് എന്താണ്, നിങ്ങളെ ഒരു കൂട്ടുകാരുടെ ഒരു ദിവസത്തേക്ക് മാറി നിൽക്കുമ്പോൾ അനുഭവം എന്താണ്, അതാണ് ഇവിടെ എഴുതി ചേർക്കേണ്ടത്. അടുത്തത്, യാത്രക്ക് മുമ്പ് നമ്മൾ ചില തയ്യാറെടുപ്പ് നടത്തുമല്ലോ. എങ്ങോട്ടേക്കാണ്, എന്തിനാണ്, എങ്ങനെയാണ് എന്നതൊക്കെ അനുസരിച്ച് മാനസികമായ ഒരുക്കങ്ങൾ നമ്മൾ നടത്താറുണ്ട്. നമ്മളുടെ യാത്രക്ക് പോകുന്ന ബാഗിൽ വസ്തുക്കളൊപ്പം നമ്മുടെ ചിന്തകൾ കൂടി കടന്നു വരാറില്ലേ? ഇവർ കൊണ്ടുപോകുന്ന ബാഗിൽ എന്തൊക്കെയാ നോക്കാം. അതായത് ഇവർ കൊണ്ടുപോകുന്ന ബാഗിൽ നമ്മളിപ്പോ ഒരു സ്ഥലത്ത് നമുക്ക് ട്രിപ്പിന് പോകുമ്പോൾ നമുക്ക് എന്തൊക്കെ വേണമെന്ന് ആദ്യം ചെയ്തും, ഒരു വെള്ളം കുപ്പി എടുക്കും, ബാഗ് എടുക്കും, ഇതൊക്കെ എടുക്കും. എന്നാൽ നമ്മൾ എന്തൊക്കെ എടുക്കുന്നു നോക്കാം. ഇവരിതിലെടുക്കുന്ന ബാഗ്, പിന്നെ ബ്രഷ്, പേസ്റ്റ്, ഡ്രസ്സ്, ഇതൊക്കെ എടുത്താണ് പോകുന്നത്. അത് ഇവരിപ്പം നമ്മവും പോകുന്നതായിട്ടൊന്ന്
ചിന്തിച്ചു നോക്കാം. നമുക്ക് പോകുമ്പോൾ എന്തൊക്കെ വേണം? ആദ്യം ഒരു ബാഗ് വേണം. പിന്നെന്ത് വേണം? നമ്മൾ അവിടെ നിൽക്കുന്നുണ്ട്, ഒരു ദിവസം നിൽക്കുന്നുണ്ടെങ്കിൽ നമ്മൾക്ക് എന്ത് വേണം? ഡ്രസ്സ് വേണം. ഇതൊക്കെ വേണം. അതാണ് ഇവിടെ നമ്മളോട് പറയുന്നത്. അടുത്ത കുട്ടിയും അതേപോലെ തന്നെ അവരും ഓനും ഓന്റെ ചിന്ത എന്ന് പറയുന്നത് അമ്മ ഒറ്റക്കാവുമെന്നാണ്. മറ്റു കുട്ടികളെ ചിന്ത വീൽ ചെയറിലാണല്ലോ മറ്റു കുട്ടിക്ക് സഞ്ചരിക്കുന്നത്, എല്ലായിടത്തും പോകാനാകുമോ എന്നാണ് ചിന്തിക്കുന്നത്. അതായത് ആ കുട്ടി എന്താ ചിന്തിക്കുന്നത്? എനിക്ക് വീൽ ചെയറിലാണ്, അപ്പൊ എനിക്ക് എവിടെയും പോകാനാകുമോ? ഇനി നഗരത്തിലുള്ള കുട്ടി ചിന്തിക്കുന്നത് നഗരത്തിലെ സൗകര്യം ഈ ഗ്രാമത്തിലുണ്ടാവുമെന്നാണ്. നമുക്ക് ഒന്നിച്ചൊരു യാത്രാഗാനം പാടിയാലോ? ഒന്നാം മലയിൽ കയറണ്ടേ, അവിടുന്ന് തലകുത്തി മറിയണ്ടേ. നമുക്ക് യാത്രാഗാനങ്ങൾക്ക് അറിയാം, അതൊക്കെ ക്ലാസ്സിൽ അവതരിപ്പിച്ചിട്ടുണ്ടോ? അതിന്റെ ഒരു ഗാനം ഇവിടെ ഒന്ന് നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ഗാനം ഇവിടെ എഴുതി ചേർക്കാനാണ് പറയുന്നത്. അടുത്തത് ഹായ്. ഇവരിങ്ങനെ പോയി പീലിയുടെ ഗ്രാമത്തിലേക്ക് എത്തി. അപ്പോ ഹായ് ഇതാ പീലിയുടെ ഗ്രാമം, അതാ പീലി കടന്നു. എത്ര നേരമായി ഞാൻ ഇവിടെ കാത്തു നിൽക്കുന്നു, എന്താ ഇത്ര വൈകിയത്? വാ വരൂ, നമുക്ക് വീട്ടിലേക്ക് പോകാം. അപ്പൊ നമ്മളിപ്പോ പീലിയുടെ ഗ്രാമത്തിൽ നമ്മളും പോയപ്പോ പീലിയുടെ ഗ്രാമത്തിൽ നമ്മൾ എന്തൊക്കെയാണ് കണ്ടത്? അത് നമ്മുടെ നോട്ട്ബുക്കിൽ ഒന്ന് വരച്ചു നോക്കാം. അതായത് നമ്മൾ പോയപ്പോ എന്തൊക്കെ കണ്ടു? നല്ല പച്ചപ്പ് കണ്ടു, നല്ല ചെറിയ ചെറിയ വീടുകൾ കണ്ടു. അതൊക്കെ നമ്മൾ ഒന്ന് ക്ലാസ്സിൽ ചെയ്യേണ്ടതാണ്. ഇനി ഇതാണ് എന്റെ അമ്മ. എല്ലാവരും ഒത്തിരി നടന്ന് ക്ഷീണിച്ചു കാണും അല്ലേ? നമുക്ക് ആദ്യം ഭക്ഷണം കഴിക്കാൻ പറഞ്ഞു. അപ്പൊ മറ്റേ നഗരത്തിലുള്ള കുട്ടികളും എനിക്ക് കഴിക്കാൻ ഉള്ളത് വീട്ടിൽ നിന്ന് തന്നു വിട്ടിട്ടുണ്ട്, ഞാൻ അത് കഴിച്ചോളാം. അപ്പോൾ അവള് പറഞ്ഞു, പിന്നെ അവന്റെ ഒരു ജാട, അതൊക്കെ മോനെന്ന് കഴിക്കുന്നതല്ലേ, ഇതൊന്ന് കഴിച്ചു നോക്കൂ. ഇവിടത്തെ വയലിൽ ഉണ്ടായ നെല്ല് കുത്തിയാണ് അരിയാണ് ചോറുണ്ടാക്കാൻ എടുക്കുന്നത്. പിന്നെ കപ്പയും പീലിയും അച്ഛൻ പുഴയിൽ നിന്ന് പിടിച്ചെടുത്ത മീനുമൊക്കെയാണ് ഉള്ളത്. അച്ഛനാണ് മീൻ കറി ഉണ്ടാക്കുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും രുചിയുള്ള ഭക്ഷണം കഴിക്കുന്നത്. എന്റെ വീട്ടിൽ ഇങ്ങനെയുള്ളതില്ല. അത് നഗരത്തിലുള്ള കുട്ടികളും. പീലി വളരെ നന്നായിട്ടുണ്ട്, എന്ത് നല്ല രുചി, ഇതെങ്ങനെ ഉണ്ടാക്കുന്ന പറഞ്ഞ മറ്റൊരു കുട്ടി പറഞ്ഞു. അപ്പൊ നമുക്ക് അച്ഛനോട് തന്നെ ചോദിക്കാം. അച്ഛൻ വയലിൽ ഉണ്ടാവും, അങ്ങോട്ട് പോയിക്കോളൂ, ഗ്രാമവും കാണലാം. അപ്പൊ നമുക്ക് ഇതൊരു അച്ഛന്റെ അടുത്ത് പോവാം. അങ്ങനെയാണ് ഞങ്ങൾ ഭക്ഷണം ഉണ്ടാക്കുന്നത്. പീലിയുടെ അച്ഛൻ അഭിമുഖം ചെയ്ത് അതിനുള്ള ചോദ്യങ്ങൾ നമ്മൾ തയ്യാറാക്കുക. എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത്, എന്തൊക്കെയാണ് വളങ്ങളാണ് ഉപയോഗിക്കുന്നത്. അപ്പോ അതൊക്കെ അവന്റെ അച്ഛൻ പറഞ്ഞു. അത് നമ്മൾ ക്ലാസ്സിൽ തന്നെ ഡിസ്കസ് ചെയ്ത കാര്യമായിരിക്കും. ഓക്കെ, ഇനി കൊള്ളാം, എനിക്കും പഠിക്കണം ഇതൊക്കെ ഉണ്ടാക്കാൻ. ആര് പറഞ്ഞു? വീൽ ചെയറിലെ കുട്ടി പറഞ്ഞു. എനിക്കിവിടെ വല്ലാതെ ഇഷ്ടപ്പെട്ടു. നഗരത്തിലെ കുട്ടി ഗ്രാമത്തിലെത്തിയപ്പോൾ പറഞ്ഞു, എനിക്കിവിടെ വല്ലാതെ ഇഷ്ടപ്പെട്ടു. പക്ഷേ അങ്കിൾ, എന്റെ സംശയം എന്താന്ന് വെച്ചാൽ റേഞ്ചും വൈഫൈയും ഒന്നും ഇല്ലാതെ നിങ്ങൾക്ക് ബോറടിക്കില്ലേ? ഒരു ഗെയിം കളിക്കാൻ നീ എന്തു ചെയ്യും പീലി? ഗെയിമില്ലാതെ നിങ്ങൾ എങ്ങനെ സന്തോഷിക്കും? നഗരത്തിലായിരുന്നെങ്കിൽ എന്തൊക്കെ ചെയ്യാമെന്നും. മറ്റു കുട്ടികളും നഗരത്തേക്കാൾ രസം ഇവിടെയാണെന്ന് എനിക്ക് തോന്നുന്നേ. അപ്പോ നമുക്ക് ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ആണ്, എന്തുകൊണ്ടാവാം ഒരേ നഗരത്തെ പറ്റി വിക്കിയും അപ്പവും രണ്ടു തരം അഭിപ്രായം പറഞ്ഞിട്ടുണ്ടാവും. ഇവിടെ പലതരം കളികളുണ്ട്. അവളെ പീലിയുടെ അച്ഛൻ പറയുകയാണ്, ഇവിടത്തെ കുട്ടികൾ എങ്ങനെയാണ് കളിച്ചുള്ളത് നമുക്ക് ഒന്ന് കണ്ടുവരാം. പീലിയുടെ അച്ഛന്റെ കൂടെ ഗ്രാമത്തിലെ ഉല്ലാസങ്ങൾ നമുക്കൊന്ന് കണ്ടുവരാം. നമ്മൾ ഇന്ന് ഡിജിറ്റൽ യുഗത്തിലാണ് ജീവിക്കുന്നത്, എന്നാൽ ഗ്രാമത്തിലുള്ളവർ അങ്ങനെയല്ല. നോക്കാം എന്താണ് ഗ്രാമഭംഗി. പീലിയുടെ ഗ്രാമത്തിലൂടെ നടന്ന് എത്രയോളം ലളിതവും സുന്ദരവും ആണ് ആ ഗ്രാമമെന്ന് കണ്ടിരുന്നു. അതായത് ആഴ്ച ചന്തകളിൽ വന്നാണ് ഗ്രാമവാസികൾ സാധനങ്ങൾ വാങ്ങുന്നതും അവർ ഉണ്ടാക്കിയവ വിൽക്കുന്നതും. ആഴ്ച ചന്തകളിൽ വന്നിട്ടാണ് ഗ്രാമവാസികൾ എന്ത് ചെയ്യുന്നത്? സാധനങ്ങൾ വാങ്ങുകയും അവർ ഉണ്ടാക്കുന്നവ വിൽക്കുകയും ചെയ്യുന്നു. അതായത് നമ്മുടെ നാട്ടിൽ ഇതിലൊരു ക്വസ്റ്റ്യൻ, നിങ്ങളുടെ നാട്ടിൽ ആഴ്ച ചന്തകൾ, സ്ഥിരം ചന്തകൾ, വൈകുന്നേര ചന്ത എന്നിവയ്ക്ക് ഉണ്ടാകും. ഇത് മുതിർന്നവരൊപ്പം അവരെ സന്ദർശിച്ച് അവിടെ ഇടപാടുകൾ നിരീക്ഷിച്ച് ഒരു കുറിപ്പ് ചെയ്യാം. അത് നമ്മൾ തന്നെ ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ചില ആഴ്ച ചന്തകളൊക്കെ കുറവാണ്. നമ്മളെ ഇപ്പോൾ നാട്ടിലൊക്കെ ഇപ്പോൾ കടകളായി. അതായത് ആഴ്ചകൾക്ക് എന്ന് പറയാൻ വേണ്ടിയിട്ട് കണ്ണൂരൊക്കെ പോയാലും കുറവാണ്. അച്ഛൻ പീലിക്കൂട്ട് ഓലത്തൊപ്പിയും കൂട്ടങ്ങളും വസ്ത്രങ്ങളും ധരിച്ചു. ഓല, കടലാസ് തുടങ്ങിയതുകൊണ്ട് എന്തെല്ലാം വസ്തുക്കളും അറിയാം. നമ്മൾ ഇന്നത്തെ കാലത്ത് എന്ന് വെച്ചാൽ നമ്മൾ ഫോണിലേക്ക് അഡിക്ഷൻ ആയി പോവുകയാണ്. മുന്നേ ഉള്ളത് നമുക്ക് ഓലിനെ കൊണ്ട് എന്തൊക്കെ സാധനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവിടെ ഗ്രാമത്തിലെ കുട്ടികൾ ഇതാണ് കാര്യമായി കളിച്ചുല്ലസിക്കുന്നത്. ഇനി
ഈ ഗ്രാമത്തിൽ ഇതേപോലെ ഒട്ടേറെ കുളങ്ങളുണ്ട്. ഞാനും കൂട്ടുകാരും ഒക്കെ നീന്താൻ പഠിച്ച ഈ കുളങ്ങളിലാണെന്ന് പീലി പറയുന്നു. അപ്പോ ഇവരെല്ലാം സന്തോഷിക്കണം, എനിക്കും എന്ത് സന്തോഷമാണ്. നമ്മളെ കുട്ടി പറഞ്ഞു. കൊയ്ത്തിന് ശേഷം രണ്ടാം വിളയെടുക്കുന്ന ഉഴുതുമറിച്ച വയലാണ് കാളപ്പൂട്ട് മത്സരങ്ങൾ നടക്കാറുള്ളത്. ഇത് ഞങ്ങളുടെ നാട്ടിലെ ഉത്സവമാണ്. പീലി പറഞ്ഞ നാട്ടിലെ ഉത്സവമാണ്. അപ്പോ അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്, പീലിയും കൂട്ടുകാരും നിങ്ങളും ഗ്രാമത്തിലേക്ക് അയച്ച് എല്ലാം കണ്ട് രാത്രി തിരിച്ചു വരികയാണ്. ഈ നേരത്ത് നമുക്കൊരു പാട്ടുണ്ടാക്കി പാടിയാലോ? എന്റെ ഗ്രാമം എന്ന പേരിൽ ഒരു പാട്ടുണ്ടാക്കാം. നിങ്ങൾ കണ്ടിട്ടുള്ള ഗ്രാമങ്ങളും പീലിയുടെ ഗ്രാമവും ഒക്കെ ഉൾക്കുന്ന രീതിയിൽ പാട്ട് എഴുതി ക്ലാസ്സിൽ സ്വന്തം താളത്തിൽ പാടി അവതരിപ്പിക്കാം. നമ്മളൊരു പാട്ടുണ്ടാക്കാനാ പറയുന്നത്. പാട്ട് നമുക്ക് ഉണ്ടാക്കാം. ഓക്കെ. ഇനി പീലി, നിന്റെ ഗ്രാമവും ഗ്രാമവാസികളും എത്ര സന്തുഷ്ടരാണ്. എനിക്ക് ഈ കാഴ്ചകളെ കുറിച്ചൊക്കെ അമ്മയോട് പറയാൻ ധൃതിയായി. ഇവരെ ചങ്ങായിമാർ പറയുന്നതാണ്. അത് നഗര ജീവിതം മാത്രം രസമാണെന്നാണ് ഞാൻ വിചാരിച്ചത്. ഇവിടെ ഉള്ളപ്പോൾ ആ ധാരണ അങ്ങ് മാറി. ഇനി അടുത്ത കുട്ടി, എന്റെ നാട്ടിലെ ഗ്രാമവും ഇതുപോലെയൊക്കെയാണെന്ന് ഉമ്മ പറഞ്ഞിട്ടുണ്ട്. നഗരത്തിലെ മുന്തിയ സൗകര്യങ്ങൾ കൊണ്ട് സന്തോഷം ഉണ്ടാകുമെന്നാണ് ഞാൻ കരുതിയത്. ആ ചിന്ത മാറി. നഗരത്തെ കുട്ടി പറഞ്ഞു, ഞാൻ വിചാരിച്ചു നഗരത്തിൽ ജീവിച്ചാൽ മാത്രമേ സൗകര്യങ്ങളും സന്തോഷങ്ങളും ഉണ്ടാവും. പക്ഷെ ഈ ഗ്രാമത്തിൽ വന്നപ്പോൾ എനിക്ക് വളരെയേറെ സന്തോഷമായി. വിക്കി പറഞ്ഞതുപോലെ തന്നെ ഞാനും ചിന്തിച്ചിരുന്നു. ഞങ്ങൾക്ക് ഞങ്ങളുടേതായ സന്തോഷം അവിടെ ഉണ്ടായിരുന്നു. എല്ലായിടത്തും സന്തോഷമുണ്ടെന്ന് എനിക്ക് മനസ്സിലായെന്ന് ഇവൻ പറഞ്ഞു. എന്നെ എല്ലാവരും മറ്റൊരു നാട്ടിൽ നിന്ന് വന്ന കുട്ടിയായാണ് കണ്ടു മാറ്റി നിർത്തുമോ എന്ന ഭയം എനിക്ക് ഈ ഗ്രാമത്തിൽ വന്നപ്പോൾ ഉണ്ടായേ. എനിക്ക് ഈ കാഴ്ചകളും സന്തോഷങ്ങളും അനുഭവിക്കാൻ കഴിയുമെന്ന് വിചാരിച്ചതേയില്ലെന്ന് നമ്മുടെ വീൽ ചെയറിലെ കുട്ടി പറഞ്ഞു. അപ്പൊ നമ്മളെ ഇതിൽ പറയുന്നത് ഇന്നത്തെ നമ്മുടെ ജീവിത രീതി, നമ്മുടെ ഗ്രാമത്തിലെ ഭംഗി. അതായത് ഇന്നത്തെ കുട്ടികൾ നമ്മുടെ മൊബൈൽ അഡിക്ഷനിലേക്ക് മാറുമ്പോൾ നമ്മൾ പഴയ രീതിയിലേക്കുള്ള ഒരു ഗ്രാമത്തിലേക്ക് പോവുകയാണ് നമ്മുടെ ഈ പീലിയുടെ ഗ്രാമം എന്ന ബുക്ക് പാഠത്തിൽ പറയുന്നത്. ഓക്കെ, ഇത്രയേ ഉള്ളൂ. നമ്മളിത് ഗ്രാമഭംഗിയൊന്നും ഇതാക്കിയാൽ മതി. നമ്മളെ ഗ്രാമത്തിലെ ഇതിന്റെ ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ ഗ്രാമ നഗര പ്രത്യേക ചിത്രങ്ങൾ ആൽബം ഒന്ന് തയ്യാറാക്കണം. പിന്നെ നമ്മുടെ നാട്ടിലെ എങ്ങനെയൊക്കെയാണ് നമ്മുടെ നാട്, നമ്മുടെ ഗ്രാമം എന്തൊക്കെയാണുള്ളത്, നമ്മൾ ഗ്രാമത്തിലാണോ വസിക്കുന്നത് നഗരത്തിലാണോ? ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഗ്രാമത്തിലെ കുറിച്ചുള്ള ഒരു വർണ്ണനയാണ് ഈ പാഠത്തിലൂടെ നൽകുന്നത്. ഇനി രണ്ടാം പാഠത്തിലെ വീഡിയോയുമായി അടുത്ത വീഡിയോ കാണാം. താങ്ക് യു.